ഒരു തവയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ, 2 വലിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറിയ പീസാക്കിയതും, ഒരു 6 വെളുത്തുള്ളി ചെറിയ പീസാക്കിയതും, ഒരു കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയതും, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതും ചെറിയ പീസാക്കിയതായിരിക്കണം. ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അരമുറി തക്കാളി കൂടി ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കാം. മൊത്തത്തിലങ്ങ് വഴറ്റിയെടുത്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി വേറൊരു തവയിലേക്ക് 2-3 മുട്ട പൊട്ടിച്ച് വയ്ക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കണം. പീസാക്കിയിട്ട് കിട്ടണം, തെരിതെരിപ്പോട് കൂടിയല്ല, കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ പീസായിരിക്കണം. അതാണ് ആ മസാലയിൽ തന്നെ ഇട്ട് കൊടുക്കാതിരുന്നത്. ഇനി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സാക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഓരോ സമൂസ ഷീറ്റ് എടുത്തിട്ട് 2 പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം. എന്നിട്ട് നടുവിൽ ഇതുപോലെ മൈദാ പേസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് ആ പീസ് കൂടി ഇതിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ മൈദാ പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണോളം ഈ മുട്ട മസാല വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഷേപ്പിലാക്കി കൊടുക്കണം. നടുക്കും ടച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഭാഗം 2 സൈഡും ടച്ച് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഒരു വെറൈറ്റി സ്നാക്സാണ്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വറുത്ത് കോരാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. ഒരുപാട് സ്നാക്സ് വീഡിയോസ് ഈ വീഡിയോയിലുണ്ട്, കാണാൻ മറക്കല്ല. നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. ഇതന്നെ നമുക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ആക്കി എടുക്കണം. ഒന്നാമത്തെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഒരു തവയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് 6 വലിയ ഉള്ളി ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കണം. ഒരുപാട് സ്നാക്സ് ഐറ്റംസിന് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും മസാല ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. ആവിയിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷാക്കിയതാണ്. എല്ലാം ഓരോരോ ടേബിൾ സ്പൂൺ വേണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് മല്ലിയില, വേണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ വഴറ്റി യോജിപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. ഒരു സമൂസ ഷീറ്റ് എടുക്കണം. എന്നിട്ട് നടുക്ക് ഈ മൈദാ പേസ്റ്റ് ഇല്ലേ, അത് ഒന്ന് ആക്കി കൊടുക്കണം. ഇനി ഒരു സമൂസ ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഈ മുട്ട മസാല 1 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തിട്ട് ഒരു മുറി മുട്ട പുഴുങ്ങിയത് കൂടി വെച്ച് കൊടുക്കാം. 4 ഭാഗവും ഒരുപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം. എവിടെയും ഹോൾസ് ഇല്ലാതെ നോക്കണം. കാരണം നമ്മൾ ഇതിൽ വേറെ ഒന്നും മുട്ട ബ്രെഡ് പൊടിച്ചത് ഇതൊന്നും ചേർക്കുന്നില്ല. ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഒരു സമൂസ ഷീറ്റ് കൊണ്ട് തന്നെ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. 80 രൂപയെ വിലയുള്ളൂ. മുട്ട പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാ മുട്ട പപ്സിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വറുത്ത് പോരാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഉള്ളിലൊന്നും വേവാനൊന്നും ഇല്ലല്ലോ. മൊത്തത്തിലങ്ങ് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ബേക്കറി പപ്സിനേക്കാളും ടേസ്റ്റ് കൂടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഒരു 6 പീസ് ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 പീസ് ക്രഷ് ആയിട്ടില്ല, അത് വീണ്ടും ക്രഷ് ആക്കി എടുക്കാം. അതിലേക്ക് ഇപ്പോൾ ഉള്ളി മസാല ആക്കിയിട്ടില്ലേ, അതൊരു 1/2 കപ്പോളം ഇട്ട് കൊടുക്കണം. ഒരു 2 കൈയിലോളം ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി കൊടുക്കണം. ഇനി ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും മൈദാ പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണോളം ഈ ചിക്കൻ മസാല വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഇറച്ചിപ്പെട്ടിയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾക്കൊന്നേ വേണ്ടി വരുള്ളൂ. ഇതും നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്ത് പോരാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നന്നായി പൊങ്ങി വരും. നല്ല ടേസ്റ്റുമാണ് ഈ ഇറച്ചിപ്പെട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പേക്ക് സമൂസ ഷീറ്റ് കൊണ്ട് തന്നെ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാൻ കഴിയും. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇനി ഒരു തവയിലേക്ക് ബോണ്ട മസാല ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ അത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വീഡിയോ ഓവറായിട്ട് ലെങ്തായി പോകും. അതിലേക്ക് 2 പീസ് ചിക്കൻ ഇല്ലേ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഫ്രൈ ആക്കിയെടുത്ത ചിക്കൻ ക്രഷ് ചെയ്തെടുത്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ആക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇനി ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ട് കട്ടാക്കി കൊടുക്കാം. ഇതുപോലെ കട്ടാക്കി കൊടുക്കാം. ഇത് ചിക്കൻ ട്യൂബാണ്. ട്യൂബ് സ്നാക്സ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും മൈദാ പേസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മൈദയിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്തിട്ട് മിക്സാക്കി എടുത്തതാണ്. അതിലേക്ക് ഈ മസാല വെച്ച് കൊടുക്കണം.
നന്നായി ഉരുട്ടിയിട്ട് വേണം മസാല വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ റോളാക്കി എടുക്കണം. 2 ഭാഗത്തും മൈദാ പേസ്റ്റ് ഒട്ടിച്ചു കൊടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ മസാല ആയതുകൊണ്ട് പെട്ടെന്ന് ഉരുട്ടി കിട്ടും. മൊത്തത്തിലങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അതും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. അതേപോലെ തന്നെ ചിക്കൻ ട്യൂബ് സ്നാക്സും തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ട് ബോണ്ട മസാലയില്ലേ അത് തന്നെ വെച്ച് കൊടുക്കാം. ഈ ബോണ്ട മസാലയിലേക്ക് ഗ്രീൻ പീസ്, ക്യാരറ്റ് ഇതൊക്കെ പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഞാനതൊന്നും ചെയ്യുന്നില്ല, എൻ്റെ കുട്ടികളതൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് സമൂസ ഉണ്ടാക്കുന്നത്. ഇതേപോലെ മടക്കിയിട്ട് സമൂസ ഉണ്ടാക്കണം. സമൂസ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതേപോലെ ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും മൈദാ പേസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. എവിടെയും ഹോൾസ് ഇല്ലാതെ വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മാതിരി വേറെ ഒന്നും ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല, നേരിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇതും ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. ഇത്രയേ ഉള്ളൂ. സമൂസയും തയ്യാറായിട്ടുണ്ട്. ഗ്രീൻ പീസും ക്യാരറ്റിലും ഇട്ടാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതും ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈ സമൂസ ഷീറ്റിന് 80 രൂപയേ വിലയുള്ളൂ. ഒരു വർഷം വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുക്കണം. പിന്നെ സ്നാക്സ് ഐറ്റംസ് ഇല്ലേ, അതെല്ലാം മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ ഇത് കവറിൽ ഭദ്രമായി സൂക്ഷിക്കണം. ഇതിൽ ആവിയൊന്നും കയറാതെ സൂക്ഷിക്കണം. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.